ഇതിന്ന് വെറും കൈ കൊണ്ട് നമുക്ക് എണ്ണ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു രാവിലത്തെ വ്ളോഗാണ്. രാവിലെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് നമുക്ക് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളും ഒന്നും ആലോചിച്ച് മതിയായപ്പോൾ അവസാനം ശരി മുരിങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാം, പിന്നെ മീനും പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക മുരിങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാമ്പ മരത്തിനെ കുറിച്ചിട്ട്. ഇത് വന്നിട്ട് ആപ്പിൾ ചാമ്പയാണ്, നല്ല റെഡ് കളറിൽ നല്ല മധുരമുള്ള നല്ല അടിപൊളി ചാമ്പയാണ് കേട്ടോ. ഇപ്രാവശ്യം എന്താ പറയുക അറിയില്ല, അത്രയ്ക്കും ഫുള്ളായിട്ട് കായ്ച്ച് പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ഇതിനേക്കാളും ഓരോ ഇലയും പൂവുള്ള പോലെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ കൊഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോ കൊലയിലും ഒരു 10 എണ്ണം മിനിമം അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസത്തിലുണ്ട്. ഇനി ഇതൊക്കെ പഴുത്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട്. നല്ല മധുരമാണ്. ഇത് ഞാൻ മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പ് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ആ സമയത്ത് വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഈ സാധനം കൊണ്ട് പോണ വീട്ടിലേക്കൊക്കെ കൊണ്ട് നടക്കും കേട്ടോ. അങ്ങനെ അവസാനം നമുക്ക് വീടായ സമയത്ത് സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് കുഴിച്ചിട്ട് മണ്ണൊക്കെ ഇട്ടതിന് ശേഷം അങ്ങനെ നമ്മൾ വെച്ചതാണ് കേട്ടോ. വാങ്ങുന്ന സമയത്ത് ഈ വീട്ടിൽ ഫുള്ളായിട്ട് സിമെൻ്റ് ഇട്ടിരിക്കുകയായിരുന്നു സൈഡൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ഹെയ്സുക്കുട്ടനെ പ്രഗ്നൻ്റ് ആണ്, 7 മാസം അങ്ങനെ എന്തോ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുഴിച്ച് അതൊക്കെ നട്ടതാണ് കേട്ടോ. എന്തായാലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇതേ കണ്ടില്ലേ റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ മക്കൾക്ക് ഇഷ്ടത്തിന് നമുക്ക് പറിച്ചു കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ബേബി ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെയ്സുക്കുട്ടൻ എണീറ്റ് ഉടനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കടി അടിച്ചിട്ട് ഞാൻ അവിടെ ബാക്കി വെച്ചതാണ്. അല്ലച്ചാൽ എനിക്ക് കിട്ടൂല. പിന്നെ ബാക്കി 2 നോക്കിയപ്പോൾ എന്തോ പ്രാണി കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞാൽ അത് കുട്ടികൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ പാലെടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നിങ്ങൾ ചോദിച്ചൊരു സീക്രട്ട് റെസിപ്പിയാണ്. അതായത് വെളുത്തുള്ളി കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അത് കാണിക്കാം. അതിന് മുമ്പ് ഞാൻ ഇതേ ഒരു യെല്ലോ കളർ തണ്ണിമത്തനുണ്ട്, വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായി, പഴുക്കാനും വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് സൈഡ് മെല്ലെ കേടുവന്ന് പോകണമെന്ന് കണ്ടപ്പോൾ വേഗം പിന്നെ കട്ട് ചെയ്തതാണ്. നമ്മുടെ ഹെയ്സുക്കുട്ടൻ എണിക്കുമ്പോഴേക്കും കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവനക്ക് ഇത് ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പകുതി കട്ട് ചെയ്തിട്ട് ഞാൻ പകുതി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി റനക്കുട്ടിയും ഹയാനും പിന്നെ ചുച്ചുക്കുട്ടി വരുമ്പോൾ കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഫുള്ള് കണ്ട ആൾ ഫുള്ളായിട്ട് ഇരുന്ന് നമ്മുടെ ഹെയ്സുക്കുട്ടൻ തന്നെ കാലിയാക്കും. അപ്പോൾ അവനുള്ളത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല. അപ്പോൾ ഇതേ അടുത്തത് ഞാൻ നമ്മുടെ മെയിൻ റെസിപ്പിക്ക് വേണ്ട വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ഈ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി എപ്പോഴും വീഡിയോ കാണുന്ന ചിലർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ തരാം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഈ വീഡിയോ ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ വെളുത്തുള്ളി എത്രയും ഒരു കൈപ്പിടി ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ, എൻ്റെ കൈ കുറച്ച് ചെറുതാണ്, നമ്മൾ ഒരു ദിവസം എത്ര കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അത്രയും നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ലെണ്ണയില്ലേ, എന്തൊക്കെയോ ടങ്ക് സ്ലിപ്പാവുന്നുണ്ട്, നല്ലെണ്ണ വേണം, അതായത് എള്ളെണ്ണ എന്ന് പറയില്ല അത്. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഹെയ്സുക്കുട്ടൻ ബാത്റൂമിൽ പോയിട്ടുണ്ട്, ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ബാക്കി തുടങ്ങാം. അപ്പോഴേക്ക് ബേബി എണിക്കുന്നതിന് മുമ്പ് ഞാനത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ അപ്പം തന്നെ പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുമ്പോൾ ആൾ എണീറ്റു. അപ്പോൾ പിന്നെ ഞാൻ ഒച്ചയും ബഹളമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ബേബിനെ ഞാൻ നമ്മുടെ വല്യമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ബേബിനെ കൊഞ്ചണം കേട്ടോ.
അപ്പോൾ നമ്മുടെ സ്വിങ്ങിലിട്ടിട്ട് ഹെയ്സ് കുട്ടിനെ അടുത്തിരുത്തി അവനുള്ള കഴിക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ നോക്കിക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പാത്രങ്ങൾ ഇങ്ങനെ ഒരു അലമാറിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുക, കളക്ഷൻ കാണിക്കുമോ എന്നൊക്കെ. കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ തന്നെ ഇക്കാൻ്റെ നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന പാത്രങ്ങളാണ്. എനിക്ക് ഇങ്ങനത്തെ കളർ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അതിന് വേണ്ടി പൈസ ചിലവാക്കുകയുമില്ല. അപ്പോൾ കിട്ടുമ്പോൾ ഇക്കാൻ്റെ ഷോപ്പിലാവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, എൻ്റെ പൈസ തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1, 2, 3 അങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങനെ ആയതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം കിച്ചണൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ മേലെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വീണ്ടും ഇനി യൂസ് ചെയ്യണം, നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പഠിച്ചവൻ അതിന് ആക്കി തരട്ടെ, എത്തിച്ച് തരട്ടെ, ആമീൻ. അപ്പോൾ അതേ ഒന്നാമത് പാൽ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ മറ്റു വല്ലതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കാതെ അങ്ങോട്ട് കൂടിപ്പോകും കേട്ടോ. വെയിറ്റ് വെക്കുന്നത് മോശം എന്നല്ല, പക്ഷേ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് നമുക്ക് കംഫർട്ടബിളായ രീതിയിലേക്ക് നമ്മൾ മാറ്റി തന്നെ വേണം കേട്ടോ. ശരി, കുട്ടികളെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി വരുമ്പോഴേക്കും നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ലൈറ്റായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ തൊലിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി തീരെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതാക്കി അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ നമുക്ക് ഇട്ടുണ്ടാക്കാം. പക്ഷേ ഇതിന് ആ ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ചില അമ്മമാർ വെളുത്തുള്ളി കഴിച്ചാൽ ചില കുട്ടികൾക്ക് മാത്രം അപൂർവമായിട്ട് വല്ല വയറുവേദന അതുപോലെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കാം, കുഴപ്പമില്ല. അല്ലാത്തവർക്കൊന്നും ഇത് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കില്ല. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ ഒഴിവാക്കേണ്ട കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ ഞാനിങ്ങനെ മുകളിൽ എഴുതി കാണിക്കാം കേട്ടോ. ഒരു 5 ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല, പിന്നെ അതുപോലെ മെർക്കുറി കൂടുതൽ അടങ്ങിയ ഫിഷ്, പിന്നെ കോഫി ഡെയിലി ഒരുപാട് കുടിക്കാൻ പാടില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ വെളുത്തുള്ളീൻ്റെ കൂടെ തന്നെ ഞാൻ ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതും നമ്മുടെ മിൽക്ക് സപ്ലൈ കൂടാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാല് കുറച്ച് തിക്കായ നല്ല പാല് കിട്ടാനും വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നും ഇത് കഴിക്കണം എന്നൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ കഴിക്കാം. ഈ ചോറ് വലിച്ചു വാരി കഴിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിക്കായിട്ടുള്ള നല്ല പാല് കിട്ടുള്ളൂ. തിക്ക് മീൻസ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല പാല് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഒരു സംഭവം എന്ന് പറയുമ്പം ഈ പനഞ്ചക്കര എന്ന് പറയില്ലേ, ആ സാധനം ഇതുപോലെ ഒരു വലിയൊരു കഷ്ണമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു വെളുത്തുള്ളീൻ്റെ മണമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഇത് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ കഴിക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിലും നമ്മുടെ ബേബിക്ക് നല്ലതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബേബിക്ക് ഫുഡ് എന്തെങ്കിലും കൊടുത്തു തുടങ്ങിയോ എന്നുള്ളത്. ബേബിക്ക് കൊടുക്കേണ്ട ഫുഡൊക്കെ ഞാനാണ് കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്നതിലൂടെ നമ്മുടെ പാലിലൂടെ ബേബിക്ക് നല്ല എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് പാല് കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും അതാ പറയുക, ഇനിയിപ്പോൾ നിനക്ക് നെക്സ്റ്റ് ഭക്ഷണം ഞാൻ തരാട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് പാല് തരാട്ടോ, ബദാം പാല് തരാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതേ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ അതിൽ നിന്നും വേറിട്ട് വന്നിട്ട് ഈ നമ്മുടെ ആ ഒരു പനഞ്ചക്കരയും നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് അതുപോലെ വരും. ശരിക്കും ഒരു ഹൽവാൻ്റെ ആ ഒരു ടെക്സ്ചറിൽ. പക്ഷേ ഇതൊന്നും നമ്മൾ പൊടിച്ചല്ല ഇട്ടിരിക്കുന്നത്. എനിക്കത് കടിക്കാൻ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ടത് കേട്ടോ. ഒരു മിഠായി കഴിക്കുന്ന ആ ഒരു ഇതിൽ നമുക്കിങ്ങനെ ഓരോന്നും എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ലൈറ്റ് ചൂടോടെ നമുക്ക് കഴിക്കാം. അതല്ല ഇനി നന്നായി തണുത്തിട്ടാണെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനേക്കാളും കൂടുതൽ, അതായത് കുട്ടിക്ക് നല്ല പാല് വരണം, നല്ല കുട്ടി നന്നായിട്ട് വരണം എന്നാണല്ലോ ഓരോ ഉമ്മമാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അതുപോലെ പറയണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായം പറയാറുണ്ട്, കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ
കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ പണികളുടെ ഇടയിലൊന്ന് സ്റ്റക്കാവും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം വന്നിരിക്കാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നമ്മൾ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഈ സ്ത്രീകൾക്കുള്ള പ്രൈവറ്റ് പാർട്സിലുള്ള ഹെയർസൊക്കെ കളയാന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പല മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ചിലർ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഷേവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ചിലർ ട്രിമ്മർ യൂസ് ചെയ്യും, ചിലർ ക്രീമുകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. നോർമലി ഈ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഇച്ചിങ് ആവും, പിന്നെ അവിടെ ഡാർക്ക് കളറാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലർക്ക് പേടിയായതുകൊണ്ട് ക്രീം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് എവർട്ടീൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ. ഇത് വന്നിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ചാർക്കോൾ അടങ്ങിയിട്ടുണ്ട്. ചാർക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കോജിക് ആസിഡ്, വൈറ്റമിൻ സി വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെയാണ് പെട്ടെന്ന് ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അതൊക്കെ തടഞ്ഞു നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കോജിക് ആസിഡ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാർക്കൻ ആവാതെ തടയും. അതായത് ചിലർക്ക് ഇങ്ങനെ ഡാർക്ക് കളറൊക്കെ ആവില്ല, അപ്പോൾ സ്കിൻ ലൈറ്റനിങ്ങിനൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവില്ല, അൺഈവൻ സ്കിൻ ഉണ്ടാവില്ല, അൺവാണ്ടഡ് ഹെയർ അത് നമുക്ക് അങ്ങനെ കളയാം. ഹാർഷ് സ്മെല്ല്, ഒരുമാതിരി വൃത്തിയിട്ട സ്മെല്ല് ഉണ്ടാവും ചില ക്രീമിനൊക്കെ. അപ്പോൾ ഈ ഒരു ക്രീമിന് ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇതേ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനും ജസ്റ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതേപോലെ 2 ടിഷ്യൂ വരും. ഇത് എങ്ങനെ നമ്മൾ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ടിഷ്യൂ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു വെറ്റ് ടിഷ്യൂ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് വന്നിട്ട് ഇതിൽ ഇതേപോലെ ഒരു സ്പാച്ചുല കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്രീം എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സ്പാച്ചുലയുടെ ഈ ഭാഗം കൊണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ജസ്റ്റ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ദേ അവിടുത്തെ ഫുള്ള് രോമങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെയുള്ള ക്രീം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തേച്ചിട്ട് നമുക്ക് നോക്കാം, നമുക്ക് സ്കിന്നിന് അലർജി ഇറിറ്റേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്രീം യൂസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങൾ എല്ലാം ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ അവരുടെ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അയച്ചൊക്കെ വേണത്, അയച്ചൊക്കെ നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ. ചൂടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് അമ്മിൻ്റെ അടുത്ത് പോ. ഇങ്ങോട്ട് ശരി അതാ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. നന്നായിട്ട് കേട്ടോ. ഒരു എന്താ പറയുക, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. അപ്പം നമ്മളിട്ട് ചാമ്പയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. നമ്മളിട്ട് അണ്ടിപ്പരിപ്പിൻ്റെ ഒന്നും പൊടി പോലും കാണല്ലേ ഇടാ. ഞാൻ അണ്ടിപ്പരിപ്പിനെ തരുന്നോണ്ടിരിക്കാം കെട്ട്. മതിയാ? ഇച്ചിരി ബേബിക്ക് വേണോ? ഇച്ചിരിക്ക് വേണോ? അതായിട്ട് കൊടുക്കാം. ഇതുപോലെ തേങ്ങല്ലേ, ഇതൊന്ന് വെറും കൈ കൊണ്ട് നമുക്ക് എണ്ണ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. എന്നാലും ഞാൻ ചെയ്ത സമയത്ത് എനിക്കത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഫോൺ പിടിക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ കയ്യിൽ പിഴിഞ്ഞെടുക്കല്ലേ. എന്നിട്ട് അത് വെച്ചിട്ട് ബേബിനെ ഞാൻ കുളിപ്പിക്കാറുണ്ട്. ബേബിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്. ശരി സൂപ്പർ ടേസ്റ്റ് കേട്ടോ.
തിന്നോ നോക്ക്. അങ്ങനെ നമ്മുടെ ഹേസുകുട്ടനും സംഭവം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേബീൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു. ആളൊന്ന് വീണിടും. വല്ലാത്ത ടെൻഷനും പേടിയൊക്കെ. എങ്ങനെ വീണെന്നറിയോ, ഈ ബെഡിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ അവൾ ഇറങ്ങാൻ ശ്രമിക്കും. അതുപോലെ ബെഡിൽ നിന്ന് ഒന്ന് കമഴ്ന്നതും നിലത്ത് ഇരുന്നിട്ട് തലപ്പുറയിലേക്ക് അടിച്ച്. എന്തോ ഭാഗ്യത്തിന് ഇരുന്നതായതുകൊണ്ട് കാര്യമായിട്ട് തട്ടിയില്ലാന്ന് തോന്നുന്നു. നല്ല കാത്തു. പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ. എൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, എൻ്റെ തൊട്ടടുത്ത് കിടത്തിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഏതായാലും ഇന്നത്തെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ മെല്ലെ നടക്കും. ഞാനിപ്പോൾ ബേബീനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കാൻ ആ സമയത്താണ് കേട്ടോ വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും.